சொன்னா அவர் நான் சொல்ற ரூட்டு அவங்களுக்கு புரியல, இருந்தாலும் அவங்க சங்கடப்படுறது எனக்கு தெரிஞ்சது. சரி ஒன்றும் பிரச்சனை இல்லை, நான் கூட்டி கொண்டு காட்டுறேன் சார், நான் கையில் பைக் வச்சிருக்கிறேன் அப்படின்னு சொல்லி சொன்னேன். நீங்கள் മമ്മൂട്ടിங்களா സാർ அப்படின்னு കേട്ടேன். ആമാங்க அப்படின்னாரு. അത് നമസ്കാരം. നമ്മളെല്ലാവരും വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നവരല്ലേ. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും അപകടമോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസമോ ഉണ്ടായാൽ ഇന്നേവരെ കാണാത്ത ആളുകളായിരിക്കും നമുക്കൊരു സഹായത്തിന് ഉണ്ടാവുക. നമുക്ക് ചിലപ്പോ ഒരു സഹായം ചോദിക്കാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ പ്രയാസം മനസ്സിലാക്കി സഹായിക്കുന്നവരും നിരവധിയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും. പല ഘട്ടത്തിലും നമ്മൾക്ക് ഒരു പരിചയവുമില്ലാത്ത പല ആളുകൾക്കും നമ്മൾ പല സഹായവും ചെയ്യാറുണ്ട്. അത് ഓരോ മനുഷ്യന്റെയും കടമയും ഉത്തരവാദിത്വമാണ്. നമ്മളൊരു ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തൊഴിലും മറ്റ് സാഹചര്യങ്ങളും വെച്ചിട്ട് നമ്മളെ അധികമാരും അറിയണമെന്നില്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തും മാത്രമായിരിക്കും നമ്മളെ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കക്ക് തമിഴ്നാട്ടിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ വഴിതെറ്റി എന്ന വാർത്ത. ഗൂഗിൾ മാപ്പിന് പോലും കൃത്യമായി വഴി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന്. മമ്മൂക്ക ആദ്യമായല്ല യാത്ര ചെയ്യുന്നത്, എന്നിട്ടും വഴിതെറ്റി. യാത്രയിൽ മമ്മൂക്കയോടൊപ്പം പിഷാരടിയും സിനിമയുടെ നിർമ്മാതാവും മറ്റു ചിലരും ഉണ്ട്. ഇതിന്റെ വാർത്ത എല്ലാവരും കണ്ടതല്ലേ. തിരുപ്പൂരിൽ ദേശീയപാത അടച്ചപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്തു, വഴിതെറ്റി കാരേക്കുടിയിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. പിന്നെ പട്ടാമംഗലം പെട്രോൾ പമ്പിൽ നിന്ന് വഴി ചോദിച്ചപ്പോൾ പാണ്ഡ്യൻ എന്നു പേരുള്ള ഒരാള് അതിനെ തൊട്ടടുത്തുനിന്ന് വഴി ചോദിക്കുന്നത് കേൾക്കുകയും ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് കാറിന്റെ അടുത്ത് വരികയും കാര്യങ്ങൾ അന്വേഷിച്ച് അതിനുശേഷം നിങ്ങൾ എന്റെ പുറകെ വന്നോളൂ, വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രാത്രിയിൽ 10 കിലോമീറ്റർ ഉൾവഴികളിലൂടെ പാണ്ഡ്യന്റെ ബൈക്ക് ഹൈവേ ലക്ഷ്യമാക്കി ഓടി. പാണ്ഡ്യനെ ഫോളോ ചെയ്തുകൊണ്ട് മമ്മൂട്ടിയും സംഘവും. ഇതിപ്പോ പറയാൻ കാരണം നമുക്ക് സഹായത്തിന് ആരാണ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയുകയില്ല. പാണ്ഡ്യൻ എന്ന മനുഷ്യനെ ഫോളോ ചെയ്യുമെന്ന് മമ്മൂട്ടിയോ മലയാളികളോ ചിന്തിച്ചു കാണുമോ? ഇല്ല. നമ്മുടെ കാര്യം നമ്മൾ മാത്രമല്ല തീരുമാനിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണ്ഡ്യൻ എന്ന മനുഷ്യൻ ഇന്ന് മമ്മൂട്ടിയോടൊപ്പം എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി മാറി. അതും ഒരു രാത്രി കൊണ്ട്. താൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറുമെന്ന് പാണ്ഡ്യൻ കരുതിയോ? ഉണ്ടാകാൻ സാധ്യതയില്ല. പാണ്ഡ്യൻ വഴി കാണിച്ചു കൊടുത്താലും ആ കാര്യം എല്ലാവരും അറിയണമെന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ചും രാത്രിയിൽ. ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? മമ്മൂട്ടിയെ പോലെ ഒരാൾക്ക് വഴിതെറ്റി ഞാനാണ് വഴി കാണിച്ചു കൊടുത്തിന് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സാധ്യത കുറവാണ്. മമ്മൂട്ടിയെ പോലുള്ള ഒരാൾക്ക് വഴിതെറ്റാനോ? നിനക്ക് ആള് മാറിയതായിരിക്കും എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പാണ്ഡ്യനെ കളിയാക്കുമായിരിക്കും. അവിടെയാണ് മമ്മൂട്ടി എന്ന മഹാനടന്റെ മനുഷ്യത്വപരമായ ഇടപെടൽ. ഞങ്ങളെ സഹായിച്ച പാണ്ഡ്യന്റെ നന്മ മറ്റുള്ളവരും അറിയണം എന്ന് മനഃപൂർവ്വം കരുതി തന്നെയാണ് പാണ്ഡ്യന്റെ ഫോൺ വാങ്ങിച്ച് പാണ്ഡ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാണ്ഡ്യന്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് പാണ്ഡ്യനോട് നന്ദി പറഞ്ഞ് സ്നേഹത്തോടെ അയച്ചത്. മാത്രവുമല്ല ഇത് എന്റെ ഫ്രണ്ട് എന്നുകൂടി വീഡിയോയിൽ പറയുന്നതും കാണാം. ഇവിടെയും മമ്മൂട്ടി എന്ന മഹാനടന്റെ പാണ്ഡ്യന്റെ നന്മയും സ്നേഹവും മമ്മൂട്ടി നിർത്തുന്നില്ല. പാണ്ഡ്യന്റെ ഈ നന്മ പാണ്ഡ്യൻ പറഞ്ഞാൽ അത് കുറച്ച് ആളുകളിലേക്ക് എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഈ എടുത്ത ഫോട്ടോ വീഡിയോ മമ്മൂക്കയോടൊപ്പം കാറിലുണ്ടായിരുന്ന ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ ഈ വിവരം പങ്കുവച്ചത്. മമ്മൂക്കയെ പോലെ ഒരാള് ഒന്നും പറഞ്ഞില്ലെങ്കിലും
പാണ്ഡ്യനെ പോലെ ഒരാൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. കാരണം മമ്മൂട്ടിയെ അത്ര കണ്ട് സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പാണ്ഡ്യൻ. കുറച്ചു സമയമെങ്കിലും പാണ്ഡ്യന്റെ വഴിയിലൂടെ മമ്മൂട്ടി എന്ന മഹാനടന് യാത്ര ചെയ്യേണ്ടി വന്നതും ഒരു നിമിഷം കൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി പാണ്ഡ്യൻ മാറിയതും ഒരു നിമിത്തം എന്നല്ലാതെ മറ്റെന്തു പറയാൻ. കാണാം മറ്റൊരു വീഡിയോ ആയി.